പശ്ചിമേഷ്യയിൽ അതീവ ഗുരുതരമായിട്ട് തുടരുന്ന യുദ്ധ സാഹചര്യം കേരളത്തിൽ നിന്നുള്ള ഗൾഫ് വിമാന സർവീസുകളെ കനത്ത പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്. കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെ ഉണ്ടായ ആക്രമണത്തിന് പിന്നാലെ ഗൾഫ് മേഖലയിലെ വ്യോമപാതകൾ അനിശ്ചിതത്വത്തിലായതാണ് പുതിയ പ്രതിസന്ധിക്ക് കാരണം. യുദ്ധഭീതി മാറി പശ്ചിമേഷ്യ സാധാരണ നിലയിലേക്ക് തിരിച്ചെത്തിയാൽ ഉടൻ പരിഹരിക്കപ്പെടാവുന്ന പ്രശ്നമേ നിലവിലുള്ളൂ എങ്കിലും നിലവിലെ സാഹചര്യത്തിൽ യുദ്ധപ്രതിസന്ധി നീണ്ടുപോകുന്നത് പ്രവാസി മലയാളികളുടെ യാത്രാ വഴികളെ പൂർണ്ണമായിട്ട് മുടക്കിയിരിക്കുകയാണ്. പെരുന്നാൾ വേനൽ അവധി കഴിഞ്ഞ് ജോലി സ്ഥലങ്ങളിലേക്ക് മടങ്ങാനിരുന്ന നൂറുകണക്കിന് പ്രവാസികളാണ് ഇതോടെ വഴിയിലായത്. പശ്ചിമേഷ്യയിൽ ആളിപ്പടരുന്ന യുദ്ധം വേനൽ അവധിയിലും പെരുന്നാളും ആഘോഷിച്ച് മടങ്ങാനിരുന്ന അതായത് നൂറുകണക്കിന് പ്രവാസികളെയാണ് അല്ലെങ്കിൽ അവരുടെ ജീവിതം പൂർണ്ണമായിട്ടും അനിശ്ചിതത്വത്തിലാക്കുന്ന രീതിയിലാണ് കാര്യങ്ങളുടെ കടപ്പ്. എപ്പോൾ വേണമെങ്കിലും നിലച്ചു പോവാവുന്ന യുദ്ധ സാഹചര്യങ്ങൾക്കിടയിൽ ഗൾഫ് നാടുകളിലേക്ക് തിരികെ പോകാൻ വഴിയില്ലാതെ മലയാളി പ്രവാസികൾ നാട്ടിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അതായത് ഗൾഫ് മേഖലയിലെ സമാധാന അന്തരീക്ഷം തകർന്നത് ലക്ഷക്കണക്കിന് പ്രവാസി കുടുംബങ്ങളുടെ ജീവിതോപാധിയെയും ഭാവിയെയും നേരിട്ട് ബാധിക്കുന്ന കടുത്ത ആശങ്കയായി മാറിയിരിക്കുകയാണ്. വ്യോമപാതകളിലെ കനത്ത സുരക്ഷാ ഭീഷണിയെ തുടർന്ന് ഗൾഫ് വിമാന സർവീസുകൾ മുമ്പെങ്ങുമില്ലാത്ത വിധം പ്രതിസന്ധിയിലാണ്. സംഘർഷ മേഖലകൾ ഒഴിവാക്കാൻ വിമാനങ്ങൾ ദീർഘദൂര ബദൽ പാതകൾ ഉപയോഗിക്കുന്നതിനാൽ യാത്രാ സമയവും ഇന്ധന ചെലവും വൻതോതിൽ വർദ്ധിച്ചിരിക്കുകയാണ്. പല സർവീസുകളും റദ്ദാക്കപ്പെടുകയോ പരിമിതിപ്പെടുകയോ ചെയ്തതോടെ അവശേഷിക്കുന്ന വിമാന ടിക്കറ്റുകൾക്ക് വൻ വിലക്കയറ്റമാണ് അനുഭവപ്പെടുന്നത്. സാധാരണക്കാരായിട്ടുള്ള പ്രവാസികൾക്ക് ഈ ഉയർന്ന നിരക്കുകൾ താങ്ങാൻ കഴിയാത്തത് യാത്രാ ദുരിതം ഇരട്ടിയാക്കുന്നുണ്ട്. ഈ ഒരു പ്രതിസന്ധി പ്രവാസികളുടെ തൊഴിൽ നിലനിൽപ്പിനെ തന്നെയാണ് ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത്. തിരിച്ചെത്താൻ വൈകിയാൽ വിസ കാലാവധി തീരുന്നതും ജോലി നഷ്ടപ്പെടുമെന്ന ഭീതിയുമെല്ലാം പ്രവാസി കുടുംബങ്ങളെ കടുത്ത മാനസിക സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. സ്കൂളുകൾ തുറക്കാറായിട്ടുള്ള സാഹചര്യത്തിൽ കുട്ടികളുടെ പഠനത്തെയും ഇത് ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. കയ്യിലെ സമ്പാദ്യമെല്ലാം തീർന്ന് കമ്പനികൾ അവധി നീട്ടി നൽകുമോ എന്നതറിയാതെ പൂർണ്ണമായിട്ടും പെട്ടുപോയ അവസ്ഥയിലാണ് പ്രവാസി സമൂഹങ്ങൾ ഉള്ളത്. എന്തായാലും പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യം മലയാളി പ്രവാസി സമൂഹത്തെ വളരെ ദോഷകരമായാണ് ബാധിച്ചിരിക്കുന്നത്. കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടലായിട്ടുള്ള പ്രവാസികൾ ഒരേ സമയം തൊഴിൽപരമായിട്ടുള്ള പ്രതിസന്ധികളും സാമ്പത്തിക ബാധ്യതകളും കടുത്ത മാനസിക സമ്മർദ്ദങ്ങളുമായിട്ട് നേരിടുകയാണ്. കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നിന്ന് ബഹറിലേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം റദ്ദാക്കിയിരുന്നു. പശ്ചിമേഷ്യയിലെ ആക്രമണങ്ങൾ കൂടുതൽ രാജ്യങ്ങളിലേക്ക് വ്യാപിപ്പിച്ചാൽ UAE, ഖത്തർ, കുവൈത്ത് അടക്കമുള്ള മറ്റ് ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള സർവീസുകളും കൂട്ടത്തോടെ റദ്ദാക്കപ്പെടുമോ എന്ന ആശങ്കയിലാണ് പ്രവാസികൾ. വിമാനങ്ങൾ ദിവസങ്ങളിലേക്ക് റദ്ദാക്കപ്പെട്ടാൽ നാട്ടിലെ അവധി കഴിഞ്ഞ് തിരികെ ജോലിയിൽ പ്രവേശിക്കേണ്ട പലരുടെയും വിസ കാലാവധി തീർന്നു പോകുമെന്നതാണ് പ്രവാസികളെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്നത്. ഇത് പലർക്കും ജോലി നഷ്ടമാകുന്ന അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങളെ എത്തിച്ചേക്കാം. ബുധനാഴ്ച നെടുമ്പാശ്ശേരിയിൽ നിന്ന് ബഹറിനിലേക്ക് പുറപ്പെട്ട വിമാനം യാത്രക്കാരുടെ ചെക്ക് ഇൻ നടപടികൾ വരെ പൂർത്തിയായ ശേഷമാണ് റദ്ദാക്കിയത്. കുവൈത്ത് വ്യോമപാത പെട്ടെന്ന് അടച്ചതായിട്ട് കൺട്രോൾ റൂമിൽ നിന്ന് അടിയന്തര സന്ദേശം ലഭിച്ചതോടെ പൈലറ്റും വിമാന കമ്പനിയും സർവീസ് റദ്ദാക്കാൻ നിർബന്ധിതരാകുകയാണ് ചെയ്തത്. പശ്ചിമേഷ്യയിലെ യുദ്ധഭീതിയിലുള്ള വ്യോമപാതകളിലൂടെ പറക്കുന്നത് അതീവ അപകടകരമായിട്ടുള്ള രീതിയാണെന്നും വിമാന കമ്പനികൾ സർവീസുകൾ പെട്ടെന്ന് നിർത്തിവെക്കുന്നത് അത് കാരണമാണെന്നും പറയുന്നുണ്ട്. എന്തായാലും റദ്ദാക്കിയ വിമാനത്തിലെ യാത്രക്കാർക്ക് പകരമുള്ള മറ്റ് സർവീസുകൾ ഒരുക്കുന്നതിനെ കുറിച്ചോ തുക റീഫണ്ട് ചെയ്യുന്നതിനെ കുറിച്ചോ എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതർ ഇതുവരെ വ്യക്തമായിട്ടുള്ള അറിയിപ്പുകൾ ഒന്നും തന്നെ നൽകിയിട്ടില്ല. ഇനി റീഫണ്ട് തുക ലഭിച്ചാൽ തന്നെ മറ്റൊരു തീയതിയിലേക്ക് പുതിയ ടിക്കറ്റ് എടുക്കണമെങ്കിൽ പ്രവാസികൾ ഭീമമായിട്ടുള്ള തുക കയ്യിൽ നിന്ന് ഒഴിക്കേണ്ടി വരും. യുദ്ധപ്രതിസന്ധിയുടെ മറവിൽ എയർലൈനുകൾ ഇപ്പോൾ തന്നെ ഗൾഫ് രാജ്യങ്ങളിലേക്ക് കേരളത്തിൽ നിന്ന് കൊള്ള നിരക്കാണ് ഈടാക്കുന്നത്. നിലവിലെ കണക്കനുസരിച്ച് കൊച്ചിയിൽ നിന്ന് കുവൈത്തിലേക്കുള്ള ഒരു വർഷത്തെ ടിക്കറ്റിന് 500,000 രൂപയാണ് വരും ദിവസങ്ങളിൽ ഈടാക്കുന്നത്. ബഹറിലേക്കും സമാനമായിട്ടുള്ള നിരക്കുകൾ വരുമ്പോൾ ഖത്തറിലേക്ക് 20,000 രൂപയ്ക്ക് മുകളിലാണ് ടിക്കറ്റിന്റെ ചാർജ്. പശ്ചിമേഷ്യയിലെ യുദ്ധമേഘങ്ങൾ ഒഴിഞ്ഞു മാറുകയും വ്യോമപാതകൾ സുരക്ഷിതമാവുകയും ചെയ്താൽ മാത്രമേ ഗൾഫ് സർവീസുകൾ പഴയപടിയാകൂ. എന്നാൽ അതിനുള്ള യാതൊരു ലക്ഷണവും കാണാത്തതാണ് പ്രവാസി മലയാളി കുടുംബങ്ങളുടെ നെഞ്ചിടിപ്പ് കൂട്ടുന്നത്. ജോലി നഷ്ടപ്പെടാനുള്ള ഭീതി പലർക്കും ഉണ്ടാവുകയാണ്. യുദ്ധം കാരണം കമ്പനികൾ പ്രതിസന്ധിയിലായതിനാൽ അവധി നീട്ടി നൽകാൻ ഗൾഫിലെ തൊഴിലുടമകൾ തയ്യാറാകുന്നില്ല. കൃത്യസമയത്ത് റിപ്പോർട്ട് ചെയ്യാത്ത ജീവനക്കാരെ പിരിച്ചുവിടാൻ കമ്പനികൾ നോട്ടീസുകൾ നൽകി തുടങ്ങിയിട്ടുണ്ട് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നത്. ഭൂരിഭാഗം വിമാന സർവീസുകളും റദ്ദാക്കിയതോടെ നിലവിലുള്ള കുറഞ്ഞ സീറ്റുകൾക്ക് വിമാന കമ്പനികൾ സാധാരണ നിരക്കിന്റെ 3-4 ഇരട്ടി തുകയാണ് ഈടാക്കുന്നത്. ഇത് സാധാരണക്കാരായ തൊഴിലാളികൾക്ക് താങ്ങാൻ കഴിയുന്നതല്ല. സംഘർഷ മേഖലകളിലെ
വ്യോമപാതകൾ ഒഴിവാക്കാൻ വിമാനങ്ങൾ ദീർഘദൂര ബദൽ പാതകളിലൂടെ ചുറ്റിപ്പറക്കുകയാണ്. ഇത് യാത്രാ സമയം മണിക്കൂറുകളോളം വർദ്ധിപ്പിക്കുകയും യാത്രക്കാരെ ശാരീരികമായിട്ട് തളർത്തുകയും ചെയ്യുന്നുണ്ട്. മുൻകൂട്ടി അറിയിക്കാത്ത ഫ്ലൈറ്റുകൾ റദ്ദാക്കുന്നത് കാരണം കണക്റ്റിംഗ് ഫ്ലൈറ്റുകൾക്കായിട്ട് മറ്റ് രാജ്യങ്ങളിൽ ട്രാൻസിറ്റിൽ ഇരിക്കുന്ന മലയാളികൾ വിമാനത്താവളങ്ങളിൽ ദിവസങ്ങളോളം കുടുങ്ങിക്കിടക്കുകയാണ്. നിലവിൽ ഗൾഫ് രാജ്യങ്ങളിൽ തുടരുന്ന മലയാളികൾ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളുടെ ഭീതിയിലും കഴിയുന്നുണ്ട്. ഇത് നാട്ടിലുള്ള അവരുടെ ബന്ധുക്കൾക്കും കടുത്ത മാനസിക വിഷമം ഉണ്ടാക്കുന്നുണ്ട്. എന്തായാലും പശ്ചിമേഷ്യയിൽ ആളിപ്പടരുന്ന യുദ്ധം പടുത്തുയർത്തിയ അനിശ്ചിതത്വം പ്രവാസി സമൂഹത്തിന്റെ ജീവിതത്തെയും സ്വപ്നങ്ങളെയും പൂർണ്ണമായിട്ട് തകിടം മറിച്ചിരിക്കുകയാണ്. പെരുന്നാളും വേനൽ അവധിയും കഴിഞ്ഞ് കർമ്മഭൂമിയിലേക്ക് മടങ്ങാനിരുന്ന നൂറുകണക്കിന് മലയാളികളാണ് വിമാന സർവീസുകൾ മുടങ്ങിയതോടെ നാട്ടിൽ കുടുങ്ങിപ്പോയത്. നയതന്ത്ര ചർച്ചകളും രാഷ്ട്രീയ പ്രതിസന്ധികളും തുടരുമ്പോഴും ഇതിന്റെ എല്ലാം അത്യാന്തികമായിട്ടുള്ള ദുരിതം അനുഭവിക്കേണ്ടി വരുന്നത് വിയർപ്പൊഴുകി നാടിന്റെ സമ്പദ് വ്യവസ്ഥയെ താങ്ങി നിർത്തുന്ന സാധാരണക്കാരായിട്ടുള്ള ഈ പ്രവാസികളെയാണ്. വ്യോമപാതകളിലെ സുരക്ഷാ ഭീഷണി കാരണം ഗൾഫ് വിമാന സർവീസുകൾ നേരിടുന്ന പ്രതിസന്ധി പ്രവാസികളുടെ യാത്രാ ദുരിതം ഇരട്ടിയാക്കുകയും ചെയ്യുന്നുണ്ട്. സുരക്ഷിതമായിട്ടുള്ള മറ്റു പാതകളിലൂടെ വിമാനങ്ങൾ ചുറ്റിപ്പറക്കുന്നത് യാത്രാ സമയവും ഇന്ധന ചിലവും വൻതോതിൽ വർദ്ധിപ്പിക്കാനിടയായിട്ടുണ്ട്. സർവീസുകൾ പരിമിതമായതോടെ വിമാന ടിക്കറ്റ് നിരക്കുകൾ സാധാരണക്കാർക്ക് താങ്ങാനാകാത്ത വിധം കുതിച്ചുയരുകയാണ്. കൃത്യസമയത്ത് ജോലി സ്ഥലത്ത് എത്തിച്ചേരേണ്ടതിന്റെ അടിയന്തര സാഹചര്യം ഉള്ളതിനാൽ കയ്യിലുള്ള സമ്പാദ്യമെല്ലാം എടുത്തുപയോഗിച്ചും കടം വാങ്ങിയും ഉയർന്ന നിരക്കിൽ ടിക്കറ്റ് എടുക്കാൻ പ്രവാസികൾ നിർബന്ധിതരാകുകയാണ്. ഈ ഒരു യാത്രാ പ്രതിസന്ധി കേവലം ഒരു യാത്രാ തടസ്സത്തിനപ്പുറം പ്രവാസികളുടെ തൊഴിൽ സുരക്ഷയും നിലനിൽപ്പിനെയും നേരിട്ട് ബാധിക്കുന്നു എന്നൊരു വലിയ ആശങ്കയും കൂടി ഉണ്ടാകുന്നുണ്ട്. നാട്ടിൽ കുടുങ്ങിക്കിടക്കുന്ന പലരുടെയും വിസ കാലാവധി തീരാറായ സാഹചര്യത്തിൽ കമ്പനികൾ അവധി നീട്ടി നൽകാൻ മടിക്കുന്നത് ജോലി നഷ്ടപ്പെടുമെന്ന കടുത്ത ഭീഷണിയാണ് ഉണ്ടാക്കുന്നത്. ഇതിനൊപ്പം കുട്ടികളുടെ സ്കൂളുകൾ തുറക്കാറായ സാഹചര്യത്തിൽ കുടുംബവുമായിട്ട് മടങ്ങാനിരുന്നവർ വലിയ മാനസിക സമ്മർദ്ദത്തിലാണ്. പരിമിതമായിട്ടുള്ള സമ്പാദ്യവും തീർന്ന് കൺമുന്നിൽ തൊഴിൽ ഇല്ലാതാകുമോ എന്നറിയാതെ പൂർണ്ണമായും പെട്ടുപോയ അവസ്ഥയിലാണ് പ്രവാസി കുടുംബങ്ങളുള്ളത്. യുദ്ധം വിതയ്ക്കുന്ന ഈ ഒരു പ്രതിസന്ധിക്ക് എത്രയും വേഗം ഒരു ശാശ്വത പരിഹാരം ഉണ്ടാകണമെന്നാണ് പ്രവാസി സമൂഹം, അന്താരാഷ്ട്ര സമൂഹവും ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. അടിയന്തരമായിട്ട് വിസ കാലാവധി നീട്ടുന്ന കാര്യത്തിലും പ്രത്യേക വിമാന സർവീസുകൾ അനുവദിച്ച് പ്രവാസികളെ സുരക്ഷിതമായിട്ട് ജോലി സ്ഥലങ്ങളിൽ എത്തിക്കുന്നതിലും നോർക്കയുടെയും കേന്ദ്ര വിദേശ മന്ത്രാലയത്തിന്റെയും ശക്തമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. ആഗോളതലത്തിൽ സമാധാനം പുനഃസ്ഥാപിക്കപ്പെടുകയും ആകാശം വീണ്ടും സുരക്ഷിതമാവുകയും ചെയ്താൽ മാത്രമേ ലക്ഷക്കണക്കിന് വരുന്ന പ്രവാസികളുടെ ജീവിതം സാധാരണ നിലയിലേക്ക് മടങ്ങുകയുള്ളൂ. എന്തായാലും യുദ്ധം ഇപ്പോൾ കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ്. ഏത് നിമിഷവും എന്തും സംഭവിക്കാം എന്ന രീതിയിലേക്കാണ് യുദ്ധത്തിന്റെ പോക്ക്. അമേരിക്ക പിന്മാറുന്നില്ല, ഇറാൻ ഒട്ടും തന്നെ പിന്മാറുന്നില്ല. അമേരിക്ക പറയുന്ന കാര്യങ്ങളും പ്രസ്താവനകളും അല്ലെങ്കിൽ ട്രംപ് പറയുന്ന പ്രസ്താവനകൾ പൂർണ്ണമായിട്ടും തള്ളി ഇറാൻ ഈ ഒരു യുദ്ധം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഇതനുസരിച്ചായിരിക്കും ഇവിടെ പ്രവാസികളുടെ ജീവിതം എത്രത്തോളം സുഖമാകും അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും എന്നത് കണക്ക് കൂട്ടുന്നത്. കാരണം നിലവിൽ ഇപ്പോൾ കുവൈറ്റിലേക്കൊക്കെ ഈ തുറന്നുവിടുന്ന ആക്രമണം എന്ന് പറയുന്നത് ഇത്തരം പ്രവാസികളുടെ ജീവിതത്തെയും അവരുടെ ജോലിയൊക്കെ ബാധിച്ചിട്ടുണ്ട്. അതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത്. എന്തായാലും ഈ ഒരു യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിക്കണം എന്നുള്ള ആഗ്രഹത്തോടെയാണ് പ്രവാസി സമൂഹവും അതുപോലെ തന്നെ ലോകരാജ്യങ്ങളും. കാരണം വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളും സാമ്പത്തിക മാന്ദ്യമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം നീക്കങ്ങളിലേക്ക് അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും മധ്യസ്ഥത വഹിച്ച് ആ ഒരു യുദ്ധം നിർത്താനുള്ള നടപടികൾ സ്വീകരിക്കുന്നതും.